വോട്ട് ചെയ്യാം എവിടെ നിന്നും. ന്യൂസിലാൻഡിലെ ന്യൂ പ്ലിമൌത്ത് മലയാളി അസോസിയേഷന്റെ ഓൺലൈൻ ഇലക്ഷന്റെ കൂടുതൽ വിവരങ്ങൾ മലയാളി കാഴ്ചയോട് പങ്കുവച്ചിരിക്കുകയാണ് ഭാരവാഹികൾ. ഡിസംബർ 12-13 തീയതികളിലാണ് തെരഞ്ഞെടുപ്പ്. ഈ പ്രാവശ്യത്തെ ഇലക്ഷൻ നമ്മൾ ഓൺലൈൻ മോഡിൽ ചെയ്യാനായിട്ടുള്ള ഒരു ഡിസിഷൻ എടുത്തു. ഓൺലൈൻ മോഡിലുള്ള ഗുണങ്ങൾ അതിനെ പറ്റിയുള്ള കൂടുതൽ ഡീറ്റെയിൽസ് എൻ്റെ കലീഗ് പ്രിബിൻ, നമ്മുടെ കമ്മിറ്റി അംഗവും പിന്നെ നമ്മുടെ ജോയിൻറ്റ് സെക്രട്ടറി പ്രിബിൻ അതിനെപ്പറ്റി കൂടുതൽ പറയേണ്ടതാണ്. നമ്മൾ ഈ പ്രാവശ്യം മനോജേട്ടൻ പറഞ്ഞ പോലെ നമ്മൾ ഓൺലൈൻ വോട്ടിംഗ് ആണ് സംഘടിപ്പിക്കുന്നത്. ഓപ്പാ വോട്ട് എന്ന് പറയുന്ന ആപ്പാണ് നമ്മൾ ഇതിനുവേണ്ടി യൂസ് ചെയ്യുന്നത്. ഇത് 2003 US ബേസ്ഡ് കമ്പനി പുറത്തിറക്കിയ ഒരു ആപ്പാണ്. ഇതിൻ്റെ ഗുണങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇമെയിൽ കൂടെയാണ് വോട്ടിങ്. എല്ലാവർക്കും വോട്ട് ചെയ്യാനൊരു ലിങ്ക് ഇമെയിലിൽ കിട്ടും. അപ്പം നമ്മുടെ മെമ്പേഴ്സിന് എല്ലാവർക്കും ഇതിൽ വോട്ട് ചെയ്യാം. അതിൽ നമ്മൾ ഫിസിക്കൽ പ്രസൻസ് ആവശ്യമില്ല. എവിടെ ഇരുന്ന് വേണമെങ്കിലും എല്ലാവർക്കും വോട്ട് ചെയ്യാം. 100% സെക്യൂർ ആണ്. നമ്മുടെ പ്രൈവസി എല്ലാം അത് കീപ്പ് ചെയ്യുന്നുണ്ട്. ആർക്കാണ് വോട്ട് ചെയ്തതെന്നുള്ള കാര്യങ്ങളൊന്നും അതിൽ തന്നെ നമുക്ക് അറിയാൻ പറ്റത്തില്ല. പ്രിസൈഡിംഗ് ഓഫീസർക്ക് പോലും അതിൻ്റെ കാര്യങ്ങളൊന്നും അറിയാൻ പറ്റുന്നതല്ല. ഓൺലി എത്ര വോട്ട് കിട്ടി എന്നുള്ളത് നമ്മൾ വോട്ടിംഗ് സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് ആരാണ് ലീഡിങ്ങോ അങ്ങനത്തെ കാര്യങ്ങൾ എല്ലാം അറിയാൻ പറ്റുന്നത്. ഓൺലൈൻ വോട്ടിംഗ് 2 ദിവസമായിട്ടാണ് വെച്ചേക്കണേ. അപ്പോൾ നമ്മൾ ഒരു ദിവസം ഒരു വ്യക്തി ഭയങ്കര എക്സ്ട്രാ ബിസി ആണെങ്കിൽ തന്നെ അവർക്ക് അടുത്ത ദിവസം വോട്ട് ചെയ്യാം. ഇവിടെ രജിസ്റ്റേർഡ് ആയിട്ട് മെമ്പർ ഇപ്പോൾ ഒരു പക്ഷേ ടൗണിൽ ഇല്ല, അവരിപ്പോൾ ഈ ടൗണിൽ പുറത്താണ്, എവിടെയാണെങ്കിൽ നാട്ടിൽ പോലെയാണെങ്കിൽ തന്നെ അവർക്ക് വോട്ട് ചെയ്യാനുള്ള അവകാശമുണ്ട്. അവർക്ക് ഓൺലൈൻ ആപ്പിൽ കയറി അവരുടെ വോട്ട് രേഖപ്പെടുത്താം. പിന്നെയുള്ള കാര്യം, അതിൻ്റെ 3rd ഡേ ആണ് നമ്മൾ ഒരു ജനറൽ ബോഡി മീറ്റിംഗ് വെച്ച് നമ്മൾ ഈ എല്ലാവരുടെയും മുന്നിൽ വെച്ച് അത്ര ആൾക്കാർ വരുന്ന അവരുടെ മുന്നിൽ വെച്ച് നമ്മളൊരു വോട്ടിങ്ങിൻ്റെ ഡിസിഷൻ നമ്മൾ എല്ലാവർക്കും കാണത്തക്ക രീതിയിലാണ് നമ്മൾ അത് പ്രസൻറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞങ്ങൾ വിശ്വസിക്കുന്ന ഇത് വളരെ പുതിയ തുടക്കമായിരിക്കും. ന്യൂസിലാൻഡിൽ പല അസോസിയേഷൻസ്മാർ ഇത് ഫോളോ ചെയ്യുന്നുള്ളൊരു പ്രതീക്ഷയോടെ നമ്മളിത് ചെയ്യുന്നു. 100% സുതാര്യമാണ്. കാര്യം വെച്ചാൽ നമ്മൾ ഓൾറെഡി നമ്മുടെ മെമ്പേഴ്സ് എല്ലാം രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവരുടെ ഇമെയിൽ ഐഡിയിലേക്കാണ് ഇതിൻ്റെ വോട്ടിംഗ് ലിങ്ക് പോകുന്നത്. അവർക്ക് ആ ഇമെയിൽ ഐ ഡി പോലെ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് വോട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇൻ കേസ് അവർ ഒരു പ്രാവശ്യം വോട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് വോട്ട് ചെയ്യാൻ പറ്റത്തില്ല. ഒറ്റ വോട്ടാണ് അത് അലോ ചെയ്യുന്നത്. വേറെ ആരുടെയെങ്കിലും ഇമെയിൽ ഐ ഡി കയറി ആ ലിങ്കിൽ ലോഗിൻ ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാലും അവർക്ക് പറ്റത്തില്ല. കാരണം നമ്മൾ ആ ഇമെയിൽ ഐ ഡി ഇതുമായിട്ട് ലിങ്ക് ചെയ്തിട്ടില്ല. അപ്പം ഇതിൽ ലിങ്ക് ചെയ്തിട്ടുള്ള ആൾക്കാർക്ക് മാത്രമാണ് വോട്ട് ചെയ്യാൻ പറ്റുന്നത്. 100% സെക്യൂർ ആണ്. ഞങ്ങൾ ഓൾറെഡി ദുബായിലും അതുപോലെ അജ്മാനിലും ഒക്കെ ഞങ്ങളിത് യൂസ് ചെയ്തിട്ടുള്ള ആപ്പാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ ഈ പ്രാവശ്യവും ഇവിടെ ചെയ്യാമെന്ന് വിചാരിച്ചത്. ഓൾറെഡി ആൾക്കാർ യൂസ് ചെയ്തിട്ടുണ്ട്. അവരുടെ റിവ്യൂ എല്ലാം കേട്ടിട്ടാണ് നമ്മൾ ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. ഇവിടുത്തെ സ്കൂളുകളിലും എങ്ങനെ? ഇവിടുത്തെ സ്കൂളുകളിൽ ആക്ച്വലി വേറൊരു ആപ്പാണ് യൂസ് ചെയ്യുന്നത്. ഇലക്ഷൻ റൺ എന്ന് പറഞ്ഞ ഒരു ആപ്പാണ് ഇവിടുത്തെ സ്കൂളുകളിലെല്ലാം യൂസ് ചെയ്യുന്നത്. പക്ഷേ അത് കുറച്ച് എക്സ്പെൻസീവ് ആയതുകൊണ്ട് ഞങ്ങൾ ഈ ഒരു ആപ്പിലേട്ടാണ് നീങ്ങിയത്. ഞങ്ങളൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു ഇപ്പം ഉള്ള കാൻഡിഡേറ്റ്സും എല്ലാവരുമായിട്ട്. അപ്പോൾ അവരുടെ സജഷനാണ് ഇപ്പം ഇതല്ല അവർക്ക് ആ ആപ്പ് യൂസ് ചെയ്യണമെങ്കിൽ നമ്മൾ അതൊരു ഓപ്ഷനും കൊടുത്തു. ഏത് ആപ്പ് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാമെന്നുള്ളത്. അപ്പോൾ മത്സരിക്കുന്ന എല്ലാ കാൻഡിഡേറ്റ്സിൻ്റെയും ഒപ്പീനിയൻ എടുത്തിട്ട് നമ്മൾ പ്രിസൈഡിംഗ് ഓഫീസറിൻ്റെ കൂടെ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇതിനെ പറ്റി അത് പ്രസൻറ്റേഷൻ നടത്തി ഈ ആപ്പിനെ പറ്റി. അവർക്ക് അതുണ്ടായിരുന്നു, അവർക്ക് വേറെ ആപ്പ് തിരഞ്ഞെടുക്കാനുള്ള അവസരം ഉണ്ടായിരുന്നു. പക്ഷേ എല്ലാവരും നമ്മൾ ഒറ്റക്കെട്ടായിട്ട് ഈ ആപ്പിലേക്ക് തന്നെ നമ്മൾ അന്ന് തന്നെ ഒരു ഡെമോ ഇലക്ഷനും അവരുടെ എല്ലാവരുടെയും ഒരു ഇതിന് വേണ്ടിയിട്ട് നമ്മൾ നടത്തി. അപ്പോൾ എല്ലാവരും സാറ്റിസ്ഫൈ ആണ് 100%. നമ്മളൊരു അസോസിയേഷൻ്റെ ഇലക്ഷൻ ആകുമ്പോൾ നമ്മൾ ലീവ് എടുക്കണം. എത്രയും ആൾക്കാർക്ക് ലീവ് എടുക്കാൻ സാധിക്കില്ല പറഞ്ഞ സമയത്ത്. അപ്പോൾ അതൊരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ മിക്കതും നമ്മുടെ ടോട്ടൽ പോൾ പെർസെൻറ്റേജ് വളരെ കുറവായിരിക്കും ഇങ്ങനെ ഫിസിക്കൽ മോഡിൽ ചെയ്യുമ്പോൾ. ഓൺലൈൻ ആകുമ്പോൾ ഉറപ്പായിട്ടും ഒരു ടീ ബ്രേക്കിൻ്റെ സമയത്ത് പോയിട്ട് നമുക്ക് ആ ഇമെയിൽ തുറന്ന് ആ സമയത്ത് ഒരു 3 മിനിറ്റ് 2 മിനിറ്റിൽ നമുക്ക് വോട്ട് രേഖപ്പെടുത്തി നമ്മുടെ കാര്യങ്ങൾ സാധിക്കാം. ന്യൂസിലൻഡിലെ മലയാളികളുടെ വാർത്തകൾ അറിയുന്നതിനും മലയാളികളുടെ പ്രധാനപ്പെട്ട വിശേഷങ്ങളും ന്യൂസിലൻഡിലെ വിശേഷങ്ങളും അറിയുന്നതിനും മലയാളി കാഴ്ച എന്ന പേജ് സബ്സ്ക്രൈബ് ചെയ്യുക.